ഗായ്സ്, ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച് 1 മണിക്കൂറിൽ മികച്ച തുടക്കം എങ്ങനെ കുറിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സ്പോൺ ആവുമ്പോൾ തന്നെ നിങ്ങൾ മരം തേടാൻ നോക്കുക. നമുക്കാവശ്യം 4 വുഡുകളാണ്. 4 വുഡ് നമ്മൾ ഫസ്റ്റ് ശേഖരിക്കുക. അത് ഞാൻ ശേഖരിക്കട്ടെ. എന്നിട്ട് ഈ ബട്ടൺ അമർത്തി നേരെ ഓക്ക് പ്ലാങ്ക് എടുക്കുക. ഓക്ക് പ്ലാങ്ക് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ നിർമ്മിക്കുക. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് നിറവയ്ക്കാൻ മറക്കരുതേ. പിന്നെ അത് ഓക്ക് പ്ലാങ്ക് ഉപയോഗിച്ച് ഉടൻ പിക്കാക്സ് നിർമ്മിക്കുക. നിങ്ങൾ സ്റ്റോൺ കളക്ട് ചെയ്യുക ഉടൻ പിക്കാക്സ് കൊണ്ട്. എന്നിട്ട് നിങ്ങൾ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് പോയി നിങ്ങൾ അതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് സ്റ്റോൺ വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് നിർമ്മിക്കാൻ കഴിയും. അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോൺസ് മുറിക്കാൻ പറ്റും. നിങ്ങളെ ഇരിക്കുന്ന സ്റ്റോണുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഫർണൻസ് ഉണ്ടാക്കി അത് വെച്ച് പിന്നാണെങ്കിൽ അടുത്തത് ഒരു ആക്സ് ഉണ്ടാക്കുക. പിന്നാണെങ്കിൽ നിങ്ങൾ ഷവലും ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ചെമ്മരിയാടുകൾ ഉണ്ടെങ്കിൽ അതിനെ പോയി കൊന്നിട്ട് അതിൻ്റെ ഊൾ എടുക്കാവുന്നതാണ്. ഏകദേശം 3 ചെമ്മരിയാടിനെ കൊല്ലുമ്പോൾ മാത്രമാണ് നമുക്കാണെങ്കിൽ കട്ടിലുണ്ടാക്കാനുള്ള ഊൾ കിട്ടുകയുള്ളൂ. ഈ ആടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാത്രി ഉറങ്ങാനും പിന്നെ സോംബികളിൽ നിന്ന് നമുക്കാണെങ്കിൽ രക്ഷപ്പെടാനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ നമ്മളെ സോംബികൾ പിടിക്കും. പിന്നെ നമുക്ക് ഫുഡിനും വേണ്ടി അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളാണെങ്കിൽ ഫർണൻസ് ഒരു ഭാഗത്തോട്ട് വെച്ച് നിങ്ങളാണെങ്കിൽ കോളുകൾ ശേഖരിക്കാൻ നോക്കുക. എന്നിട്ട് കോൾ അതിൻ്റെ തൊട്ട് താഴെ വെച്ച് മണ്ടയിൽ നിങ്ങളുടെ റോ മീറ്റ് വയ്ക്കുക. നമ്മൾ താഴെ കോൾ ശേഖരിക്കുന്ന സമയം കൊണ്ട് റോ മീറ്റ് അത് പാകമായി കാണും. അത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കഴിക്കുക. അടുത്ത് നമുക്കാണെങ്കിൽ ഒരു ഷീപ്പിനെ കൂടെ കൊല്ലണം. അയ്യോ, ഇവിടെ 2-3 ഷീപ്പ് നിൽപ്പുണ്ട്. നമ്മൾ 3 ഷീപ്പിനെ അവിടെ കൊല്ലണം. അത് നമുക്ക് ഫുഡിനും നമുക്കാണെങ്കിൽ അഴക്കത്തെ കുറേ കട്ടിൽ നിർമ്മിക്കാനും പറ്റും. ഇത് നമുക്ക് കുറേ കിട്ടുന്നുണ്ടല്ലോ. കുറേ ഷീപ്പ് ഇവിടെ നിൽപ്പുണ്ടല്ലോ. നമുക്കിവിടെ എല്ലാത്തിനെയും കൊല്ലാം. നമ്മൾ കണ്ണി കണ്ട എല്ലാ മൃഗങ്ങളെയും കൊല്ലണം. അത് നമ്മുടെ ഫുഡിനും നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് നേരെ പോയി ഫർണൻസ് ബ്രോക്ക് ചെയ്ത് നമുക്കാണെങ്കിൽ അടുത്ത് ചിക്കനെ കിട്ടി. ചിക്കൻ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അടുത്ത് നമുക്കാണെങ്കിൽ അയൺ കണ്ടുപിടിക്കണം. ഈ അപ്ഡേറ്റിൽ ഏറ്റവും കൂടുതൽ അയൺ മുകളിലോട്ടുള്ള മൗണ്ടൻസിലായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കേവിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്കിവിടുന്ന് മൈനിങ് തുടങ്ങാം. അയ്യോ, അതുകൊണ്ടൊരു ക്രീപ്പർ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അബദ്ധാണ്. എന്നാൽ നമുക്ക് അതിനെ കൊന്നു കളയാം. അതവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ കോൾ കിടപ്പാണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഏതാണ്? നമ്മുടെ അയണാണ്. അയണാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് ആണെങ്കിൽ അയൺ എടുക്കുകയാണ് ഗൈസ്. നമുക്ക് അയൺ വേണം. നമുക്കാണെങ്കിൽ ഫർണൻസിൽ കൊടുത്ത് നമുക്കാണെങ്കിൽ അയൺ അത് നെഗറ്റാക്കി മാറ്റണം. എന്നാലും നമുക്ക് അതിൻ്റെ അയൺ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ധാരാളം കോൾ നമ്മൾ ശേഖരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്കാണെങ്കിൽ കോൾ കുറേ എടുക്കാം. എത്ര കോളായി നമുക്ക് നോക്കാം. നമുക്കാണെങ്കിൽ ഒരു കട്ടിൽ വേണം. കട്ടിൽ വെക്കാം. ഇന്നത്തെ രാത്രി നിന്ന് കിടന്നുറങ്ങി നമുക്ക് രാവിലെയായി എണീറ്റിരിക്കുന്നു. ഇതെല്ലാം ഞാൻ പെട്ടെന്നാണ് പറയുന്നത്. കുറേ മണിക്കൂറൊന്ന് കളിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്നാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നിട്ട് നമുക്ക് അയൺ പിക്കാക്സ് റെഡിയായോ നോക്കുകയാണെങ്കിൽ അയൺ നഗറ്റ് എടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ അയൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള പുറപ്പാടുകൾ നോക്കാം. അത് നമുക്ക് ഇവിടെ പ്ലാങ്ക് നമുക്ക് പ്ലേസ് നമുക്കാണെങ്കിൽ സ്റ്റിക്കാക്കി എടുത്ത് ഫസ്റ്റാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇതുണ്ടാക്കിയെടുത്തു. പിക്കാക്സ് ഉണ്ടാക്കിയെടുത്തു. ഒരു സ്കെൽറ്റൻ വന്ന് നമ്മളതിനെ കൊന്നിരിക്കുന്നു. നമ്മൾ ഇനിയും മൈനിങ് തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. നമ്മളിവിടെ എന്തെങ്കിലും കിട്ടുവാണ്. നമുക്കാണെങ്കിൽ ഡയമണ്ട് കിട്ടിയാൽ അത് അതിനേക്കാളും ലക്കാണ്. അപൂർവമാണ് ഇവിടെ ഡയമണ്ട് കാണുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ ഗായ്സ് സ്കെൽറ്റ് നിൽക്കുന്നു. ഗായ്സ് സ്കെൽറ്റ് ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴെനിക്ക് തോന്നിയായിരുന്നു. സ്കെൽറ്റ് നമ്മളാണെങ്കിൽ നമ്മൾ അതിനെ അടിച്ചിട്ടു. വേറൊരു സോംബിയൊക്കെ ഇറങ്ങി വരുന്നു. അതിനെല്ലാത്തിനും നമ്മൾ ക്രീപ്പർ തന്നെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം ടോർച്ച് വെച്ചു. നമ്മൾ താഴോട്ട് വഴിയുണ്ട് ഗായ്സ്. കൊള്ളാലോ. ഇവിടെ ഡയമണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇരുട്ടായോണ്ടൊന്നും കാണുന്നുമില്ല. ഹെൽത്ത് പോയി ഗായ്സ്. കുഴപ്പമില്ല. സോംബി ഗായ്സ് ഇവിടെ ഫുള്ളാണെങ്കിൽ അയൺ ഗായ്സ്. അയൺ ക്രീപ്പർ പൊട്ടിയിരിക്കുന്നു. അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ ഷീൽഡും കാര്യങ്ങളും ഹെൽമെറ്റ് എല്ലാം കൂടെ വാങ്ങാം ഗായ്സ്.
നമുക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അയൺ ഫുള്ള് ശേഖരിക്കുകയാണ്. ഫുള്ള് നമ്മളത് ഇപ്പോൾ ക്രീപ്പറുകൾ എന്തിനാണ് നമ്മൾ ചാവും ഗായ്സ്. മോപ്സും ക്രീപ്പറൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഓ ഫുള്ള് രസമുണ്ട് ഇവിടെ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയപ്പോൾ. ഓ കോളുണ്ട് ഗായ്സ്. നമുക്കിപ്പോൾ കോളിൻ്റെ ആവശ്യമില്ല. ഫാർമസിക്ക് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഫുള്ളായി. ഇപ്പോൾ ഗായ്സ് ഇപ്പോൾ എൻ്റെ ലുക്ക് ഇങ്ങനെയുണ്ട്. നമുക്ക് ഇനിയും മൈനിങ് തുടങ്ങാം ഗായ്സ്. ഇനിയോ ലാഭം ഉണ്ട് ഗായ്സ്. നമുക്കൊരു ബോട്ട് വയ്ക്കാൻ നല്ലതാണ്. താഴോട്ടിറങ്ങുന്ന നമ്മുടെ ഹെൽത്തൊന്നും കുറയാതിരിക്കാൻ നല്ലതാണ്. നിങ്ങൾ ആ ട്രിക്കൊന്ന് ചെയ്ത് നോക്കൂ. ഇവിടെ ഇത്രയും ബ്ലോക്കെല്ലാം വെച്ചു. നമുക്കിനി താഴോട്ടിറങ്ങണമെങ്കിൽ നമുക്കിനി ഒരു ബോട്ട് വേണം. ബോട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ താഴോട്ടിറങ്ങുകയാണ്. നമ്മുടെ ഹെൽത്ത് പറയത്തില്ല, ബോട്ടല്ലേ ഇരിക്കുന്നത്. ആ ഗായ്സ് നമുക്കാണെങ്കിൽ അവിടെ അയണ്ട് നമ്മുടെ പാൻറ്റും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊരു മോപ്പിനെ കണ്ടു കൊന്നു, ഒരു സ്കെൽറ്റിനെ കണ്ടു, അതിനെയും കൊന്നു. ഭയങ്കര ഡേഞ്ചറാണ് ഗായ്സ് താഴോട്ട് പോകുന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങളെ ഒരാളെല്ലാം കാണിക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ സമയമില്ല. ഗായ്സ് ഡയമണ്ട്, ഗായ്സ് ഡയമണ്ട്, ഗായ്സ് ഡയമണ്ട്, ഗായ്സ് ഡയമണ്ട്, ഡയമണ്ട് കിട്ടി ഗായ്സ്, ഡയമണ്ട് കിട്ടി ഗായ്സ്, ഡയമണ്ട് കിട്ടി ഗായ്സ്. എത്ര ദിവസത്തിന് കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഡയമണ്ട് കിട്ടിയിരിക്കുന്നു ഗായ്സ്. 2 എണ്ണം മതി ഗായ്സ്. നമുക്കാണെങ്കിൽ 2 എണ്ണം കൊടുക്കുമ്പോൾ നമുക്കാണെങ്കിൽ 5 എണ്ണം കിട്ടുന്നുണ്ട്. എല്ലാം നമുക്കിപ്പോൾ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ കല്ലുണ്ടല്ലോ, കല്ലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫസ്റ്റ് നമ്മളാണെങ്കിൽ നമുക്കൊരു ബക്കറ്റ് വേണം. നമ്മളാണെങ്കിൽ ഓരോ വില്ലേജിൽ നിന്ന് ഓരോ സാധനം കഴിച്ചായിരിക്കൊണ്ട് പോകണം. നമ്മളവിടുന്ന് റെഡി ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കുറേ സാധനം കിട്ടും. നമുക്ക് എൻഹാൻസ് ബുക്ക് വേണം. ഇതെല്ലാം ചെയ്തു. ഗായ്സ് നമുക്ക് അടുത്താണെങ്കിൽ ഇനി കുറച്ചും കൂടെ ഡയമണ്ട് കിട്ടി കൊള്ളാമായിരുന്നു. നമ്മളിപ്പോൾ പിന്നെ ഇത് കണ്ടോ സ്പീഡ് ആകുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇനി വാട്ടർ വെച്ച് കൊടുക്കാം ഗായ്സ്. ഇപ്പം നമുക്ക് പോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കയറി നോക്കണോ? കയറി നോക്കാം. കയറി. അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലായത് ലോങ് ആയി പോകും. ഇതും ഇപ്പോഴും ലോങ് ആയി. ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇത്രയും ലോങ് ആയത് എന്നോട് ക്ഷമിക്കുക. നേരത്തെ ഞാൻ ഷോർട്സൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ബൈ ബൈ.